ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. വീഡിയോ ഇടാനിപ്പോൾ ഭയങ്കര മടി. വീഡിയോ ഇടാൻ മടിയല്ല, എനിക്ക് വോയിസ് കൊടുക്കാൻ എനിക്ക് എന്തോ പോലെ. എനിക്ക് എഴുതാനാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ എത്ര വേണമെങ്കിൽ കമൻറ്റ് ആർക്ക് വേണമെങ്കിലും എഴുതും. പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം. അങ്ങനെ കുറേ ദിവസം ഒരുപാട് വീഡിയോസ് ഉണ്ട്. അന്ന് വേടനെ കാണാൻ പോയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഒരുപാട് വീഡിയോ ഫോണിലിങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് എത്തിക്കണം വിചാരിച്ചിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഒന്നാമത് വീഡിയോ ഇടാനുള്ള മടി പറഞ്ഞല്ലോ, വോയിസ് കൊടുക്കാൻ കുറച്ചൊരു ചടപ്പായിരിക്കണം ഇപ്പോൾ. പിന്നെ വീട്ടിൽ തീരെ അനിയത്തീൻ്റെ വീട്ടിലുള്ള ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ തീരെ റേഞ്ചില്ല, മഴയായിട്ട്. അപ്പം ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അന്ന് എടുത്ത് വെച്ചിട്ട് ഇതുവരെ വോയിസ് കൊടുക്കാതെ വെച്ചിരുന്നു. അപ്പോൾ ഇന്നാണ് വോയിസ് കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാലോ, മനാഫ്ക താൽക്കാലികമാണെങ്കിലും ഞങ്ങൾക്കൊരു വീട് ശരിയാക്കി തന്നു. അതിനിങ്ങനെ കുറച്ച് ദിവസം അവിടെ പോയി കുറച്ച് വൃത്തിയാക്കും, പിന്നെയും ഇങ്ങോട്ട് പോരും അനിയത്തീൻ്റെ അടുത്ത്. അനിയത്തീന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മനാഫ്ക തന്ന വീട്ടിൽ തന്നെ താമസം. അപ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ഈ യൂട്യൂബിലേക്ക് വന്നതിനോണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. മക്കൾക്കായാലും എനിക്കായാലും ഒരു ആശ്വാസം വന്നു. എൻ്റെ മോളാട്ടോ വീഡിയോ എടുക്കണം. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഓൾ എന്തൊക്കെയോ ക്യാമറമ്മ കളിക്കുകയായിരുന്നു. കുറേ ഞാൻ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി. ഓളോരോ മോഡലൊക്കെ എടുത്ത് നോക്കിയിരുന്നു. അപ്പം ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലെ തല വരെ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പിന്നെ എന്താ പൂച്ചക്ക് കൊടുത്തതെന്ന്, ഞാൻ പൂച്ചക്ക് ഒരു പങ്ക് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചക്ക് എന്തായാലും അതിലുണ്ടാവും ഒരു കൊടുക്കാൻ. ഒരു ആർത്തിയോടെ കഴിക്കുന്നുണ്ടായിരുന്നു പൂച്ചയൊക്കെ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ എത്രത്തോളം എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം എളുപ്പത്തിലാട്ടോ ഞാനൊക്കെ കറി ആയാലും ബിരിയാണി ആയാലും എന്തായാലും വെക്കൽ. എത്രയും എളുപ്പപ്പണി നോക്കുക ചെയ്യുക ഇതിൽ. പിന്നെ ടേസ്റ്റ് ഉണ്ടാവാതൊക്കെയൊന്നുമില്ല കേട്ടോ. ആ കറി വെച്ച് 2 നേരം കൂട്ടിയിട്ടുണ്ടെങ്കിലും ഒക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നമുക്ക് ഇതൊക്കെ ഞാൻ ആസ്വദിച്ച് ഉണ്ടാക്കുന്നതാണ്. എന്താ വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിലും മനസ്സറിഞ്ഞുണ്ടാക്കും. ചില സമയത്ത് നമ്മളെ മനസ്സ് തീരെ ശരി ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതേപോലെ ആയിരിക്കും, ആ ഫുഡിനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ പെരുന്നാൾക്കൊക്കെ എൻ്റെ അനിയത്തി എന്നോട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി, പക്ഷെ അത് മനസ്സറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തതിനോണ്ട് തന്നെ ചില സമയത്ത് നമ്മളെ മാനസികാവസ്ഥ വളരെ വ്യത്യസ്തമായിരിക്കും. ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും നമ്മൾ. ഒരു തവണ ഡിപ്രഷൻ മൂഡിലേക്ക് പോയ ഏതെങ്കിലും ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കും. ചെറിയ കാരണങ്ങൾ ഉണ്ടാകുമ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോവും. പിന്നെ അതിൻ്റെയൊക്കെ മുന്നേ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത വ്യക്തി. അപ്പോഴൊന്നും ഈ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് ഞാൻ കടന്നിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ജോലികൾ നല്ലോണം ചെയ്യും, ഞാൻ പോകുന്ന സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, പോകുന്ന വീടുകളിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ ഡിപ്രഷൻ വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന ജോലികളിലൊക്കെ എനിക്ക് നല്ലൊരു ആത്മാർത്ഥത പുലർത്താൻ കഴിയില്ല. പലരും ഇന്ന ജോലിക്ക് ഈ വന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങുമെന്നൊക്കെ എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ട് അങ്ങോട്ട് ഓക്കെ ആവണില്ല. പല ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരിലും നേരിടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ചിലർക്കത് മനസ്സിലാവും, ചിലർക്കത് മനസ്സിലാവില്ല. ചിലർ നമ്മളെ കുറ്റപ്പെടുത്തും. ഞാനൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ആ ഒരു മാസം അവിടെ എന്തായിരുന്നു എന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം. അവരൊക്കെ എന്നോട് പറയലുണ്ടായിരുന്നു, ഈ എന്താ അങ്ങനെ. എനിക്ക് വീട് പോലും വൃത്തിയാക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു. അത് ഡിപ്രഷൻ അവസ്ഥ എത്തുന്ന ഒരു വ്യക്തിക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കുറച്ചൊരാഴ്ചകളായിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോയിട്ടില്ലെങ്കിലും ചില ന്യൂസുകൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ് ആവും. അപ്പം എന്താ അങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ഭയങ്കര
അപ്പം ഞാൻ എന്താ വീഡിയോ ഇടാത്തത്, ഞാൻ എന്താ ലൈവ് ഇടാത്തത് എന്നുള്ളതിന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ വോയിസ് ആയിട്ട് പറയുന്നത്. ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ചിരങ്ങ പിന്നെ ചിരങ്ങല്ല പീച്ചങ്ങ ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂർ സ്ഥലം നോക്കാൻ പോയിനി, അവിടെയുള്ള നമ്മളെ വാഹിദത്താത്തൻ്റെ അനിയത്തി തന്നതാണ് കേട്ടോ ആ ഒരു പീച്ചങ്ങ. അന്നത്തെ വീഡിയോ ആണ്. അന്ന് ഞങ്ങൾക്ക് ആ പീച്ചങ്ങ തന്ന് ഞങ്ങൾ കറി വെച്ച് താളിച്ച് പറയും, താളിപ്പുണ്ടാക്കി കഴിച്ചു. അന്നേ വീഡിയോ ഇടണം വിചാരിച്ച് പിന്നെ ഇങ്ങനെ അവിടെ വെച്ച് ഇതായതാ. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാട്ടോ ഈ നിലമ്പൂർ പൊട്ടിക്കലിലുള്ള ആൾക്കാർ. ഞങ്ങൾ 2-3 വട്ടം അവിടെ പോയപ്പോഴും അവിടെയുള്ള ഓരോ വ്യക്തികളും നമ്മളെ നല്ല രീതിയിലായിരുന്നു സ്വീകരിച്ച്. എനിക്ക് അവിടെ സ്ഥലം എടുക്കാനും വീട് ഉണ്ടാക്കാനും ഒക്കെ ഒരു പടച്ചോൻ തൗഫീഖ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യേണ്ടി. എല്ലാവരും ചോദിക്കും ഇത്രയും ദൂരെ കുടുംബക്കാരൊക്കെ വിട്ടിട്ട് പോകാൻ പേടിയില്ലേ? അങ്ങനെ ദൂരെ പോണേനൊന്നും ഒരു പേടിയില്ല കേട്ടോ, ഭയങ്കര സന്തോഷമേ ഉള്ളൂ. പിന്നെ 50 രൂപേൻ്റെ മീൻ വാങ്ങിയിട്ടാണ് കറി വെച്ചതും പൊരിച്ചതും ഒക്കെ. പിന്നെ നമ്മൾ ലളിതമായിട്ട് ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ മീൻ ഒന്നും വാങ്ങാൻ കഴിയാതെ വെറും കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ദിവസം കഴിഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ എന്താ വരാത്തതെന്ന് ഉള്ള ഇതിന് മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഓരോ മാനസികാവസ്ഥയായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം. ഞാൻ ഷോർട്സ് എന്നാലും ഇടയിലൊക്കെ ഉണ്ട് വീഡിയോസിൽ. നമ്മളെ ചാനൽ ഇത്രയൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ അതിലൊന്നും ചെയ്യാതിരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാലേ? ഒരു പ്രാവശ്യമെങ്കിലും വരുമാനം വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് കിട്ടുമായിരിക്കും. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.